ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. PSC അവേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് സിലബസ് വൈസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോർഷൻസ് വീതം തീർക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മുടെ ഭരണഘടനയിലെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളിൽ വരുന്ന ദേശീയ പതാകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ദേശീയ പതാക എന്താണ്? ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. അടുത്ത പോയിന്റ്, മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ്, പതാകയുടെ നടുവിലായി നാവിക നീല നിറമുള്ള 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. പതാകയുടെ നടുവിലായി നാവിക നീല നിറമുള്ള 24 ആരക്കാലുകൾ ഉള്ള ഒരു അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. കുങ്കുമത്തിൻ്റെ കളറിൻ്റെ പ്രത്യേകതയാണ് ധീരത, ത്യാഗമാണ് അതിനെ പ്രതിനിധീകരിക്കുന്നത്. കുങ്കുമം ധീരതയെയും ത്യാഗത്തെയും പ്രതിനിധീകരിക്കുന്നു. വെള്ള സത്യത്തെയും സമാധാനത്തെയും പ്രതിനിധീകരിക്കുന്നു. പച്ച സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ കുങ്കുമം ധീരത, ത്യാഗം, വെള്ള സത്യം, സമാധാനം, പച്ച സമൃദ്ധി, ഫലഭൂയിഷ്ഠതയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത പോയിന്റ്, അശോക ചക്രം പ്രതിനിധീകരിക്കുന്നത് പുരോഗതിയെയും ചലനാത്മകതയെയുമാണ്. അശോക ചക്രം പ്രതിനിധീകരിക്കുന്നത് എന്താണ്? പുരോഗതിയെയും ചലനാത്മകതയെയുമാണ്. അടുത്ത പോയിന്റ്, അശോക ചക്രം സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അപ്പോൾ അശോക ചക്രം സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഒന്നുകൂടെ വായിക്കാം. ദേശീയ പതാകയെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. ദേശീയ പതാകകളെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. അടുത്ത പോയിന്റ്, മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്നിങ്ങനെയാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച എന്ന രീതിയിലാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പതാകയുടെ നടുവിൽ നാവിക നീല നിറമുള്ള 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. പതാകയുടെ നടുവിലായി നാവിക നീല നിറമുള്ള 24 ആരക്കാലുകളുള്ള ഒരു അശോക ചക്രം ആലേഖനം ചെയ്തിരിക്കുന്നു. അടുത്തത്, ഓരോ നിറങ്ങളും പ്രതിനിധീകരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. കുങ്കുമ നിറം പ്രതിനിധീകരിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ്. കുങ്കുമം ധീരത, ത്യാഗം. വെള്ള നിറം പ്രതിനിധീകരിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. വെള്ള നിറം പ്രതിനിധീകരിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ്. പച്ച നിറം പ്രതിനിധീകരിക്കുന്നത് സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ്. അപ്പോൾ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങളാണുള്ളത്. കുങ്കുമം എന്തിനാണ്? ധീരതയെയും ത്യാഗത്തെയുമാണ്. വെള്ള നിറം സത്യത്തെയും സമാധാനത്തെയുമാണ്. പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത പോയിന്റ്, അശോക ചക്രം പ്രതിനിധീകരിക്കുന്നത് പുരോഗതിയെയും ചലനാത്മകതയെയുമാണ്. അശോക ചക്രം എന്തിനാണ്? പുരോഗതിയെയും ചലനാത്മകതയെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്ത പോയിന്റ്, അശോക ചക്രം സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അശോക ചക്രം സ്വീകരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. അദ്ദേഹം ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ആരാണ്? പിംഗലി വെങ്കയ്യ. അദ്ദേഹം എവിടുത്തുകാരനാണ്? ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അടുത്ത പോയിന്റ്, ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. എന്തിനൊക്കെയാണ്? ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്.
അടുത്ത പോയിന്റ്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 നീളവും വീതിയും തമ്മിലുള്ള അനുപാതമാണ് 3:2. ശ്രദ്ധിക്കണം, ചോദ്യം തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എത്ര എന്നും ചോദിച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ 2:3. ഇതെന്താണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. അടുത്ത പോയിന്റ്, ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ്. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ത്രിവർണ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഇന്ത്യയുടെ ത്രിവർണ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ശ്രദ്ധിക്കണം, എപ്പോഴും ചോദ്യം വരുന്നൊരു പോയിന്റാണത്. ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്ന് 1947 ജൂലൈ 22 ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് KKGSS, അതായത് കർണാടക ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഇതിൻ്റെ ആസ്ഥാനം ഹൂബ്ലിയിലാണ്. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇതെന്നാണ് സ്ഥാപിതമായത്? 1957 നവംബർ 1 KKGSS സ്ഥാപിതമായത്. അപ്പോൾ ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാലയാണ് KKGSS, കർണാടക ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്നാണ് ഇതിൻ്റെ ഫുള്ള്. കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എന്നാണ് സ്ഥാപിതമായത്? 1957 നവംബർ 1 KKGSS സ്ഥാപിതമായത്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. ഇതിൽ 3 ഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക നിയമം നിലവിൽ വന്നത് എന്നാണ്? 2002 ജനുവരി 26. അടുത്ത പോയിന്റ്, KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി വ്യാഖ്യാനം നൽകിയത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ പതാകയിലെ നിറങ്ങൾക്കും അശോക ചക്രത്തിനും വ്യക്തമായി വ്യാഖ്യാനം നൽകിയത് ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. അടുത്ത പോയിന്റ്, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. അടുത്ത പോയിന്റ്, ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയിലാണ് ദേശീയ പതാക നിർമ്മിച്ചിട്ടുള്ളത്. ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ത്രിവർണ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22 ഇന്ത്യയുടെ ത്രിവർണ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കേട്ടോ അത്. ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജൂലൈ 22. അടുത്ത പോയിന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പതാക കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏക പതാക നിർമ്മാണശാലയാണ് KKGSS. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? കർണാടക ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. KKGSS ആണ് ഇന്ത്യയിലെ ഏക അംഗീകൃത ദേശീയ പതാക നിർമ്മാണശാല. കർണാടക ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. ഇതിൻ്റെ ആസ്ഥാനം കർണാടകയിലെ ഹൂബ്ലിയിലാണ്. ആസ്ഥാനം എവിടെയാണ്? കർണാടകയിലെ ഹൂബ്ലി. ഇതെന്നാ സ്ഥാപിതമായത്? 1957 നവംബർ 1 ഇത് സ്ഥാപിതമായത്. ഇന്ത്യയിലെ ഏകദേശീയ പതാക നിർമ്മാണശാല KKGSS, കർണാടക ഗ്രാമോദ്യോഗ സംയുക്ത സംഘം, കർണാടകയിലെ ഹൂബ്ലിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. 1957 നവംബർ 1. അടുത്ത പോയിന്റ്, ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നതെന്നാണ്? 2002 ജനുവരി 26. അടുത്ത പോയിന്റ്, KKGSS 9 വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകളാണ് നിർമ്മിക്കുന്നത്. അടുത്ത പോയിന്റ്, ഏറ്റവും ചെറിയ അളവാണ് 150 mm × 100 mm. ഏറ്റവും ചെറിയ അളവ് എത്രയാണ്? 150 mm × 100 mm. ഏറ്റവും വലിയ അളവാണ് 6300 mm × 4200 mm. ഏറ്റവും ചെറിയ അളവ് 150 mm × 100 mm ആണ്. ഏറ്റവും വലിയ അളവ് 6300 mm × 4200 mm ആണ്.
അടുത്ത പോയിന്റ്, ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് 1906 കൽക്കത്തയിലാണ്. ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് എവിടെയാണ്? 1906 കൽക്കത്തയിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യക്ക് പുറത്ത് ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചിട്ടാണ് ഉയർത്തിയത്. അപ്പോൾ ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് 1906 കൊൽക്കത്തയിൽ വെച്ചിട്ടാണ്. ഇന്ത്യക്ക് പുറത്ത് ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചിട്ടാണ് അവർ ഇത് ഉയർത്തിയത്. അടുത്ത പോയിന്റ്, INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. INC സമ്മേളനത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. രവി നദിയുടെ തീരത്ത് വെച്ചാണ് അത് ഉയർത്തിയത്. INC സമ്മേളനത്തിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. രവി നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് അന്ന് ഉയർത്തിയത്. അടുത്ത പോയിന്റ്, ത്രിവർണ പതാകയെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ത്രിവർണ പതാകയെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. അടുത്ത പോയിന്റ്, ചെങ്കോട്ടയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാണ് ഉയർത്തിയത്? 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത്. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ഏറ്റവും ചെറിയ അളവാണ് 150 mm × 100 mm. പതാക നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും ചെറിയ അളവാണ് 150 mm × 100 mm. ഏറ്റവും വലിയ അളവാണ് 6300 mm × 4200 mm. ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് കൊൽക്കത്തയിൽ 1906 ത്രിവർണ പതാക ആദ്യം ഉയർത്തിയത് കൊൽക്കത്തയിൽ വെച്ചിട്ട് 1906 ഇന്ത്യക്ക് പുറത്ത് ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് മാഡം ഭിക്കാജി കാമയാണ്. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ചിട്ടാണ് ഉയർത്തിയത്. അടുത്ത പോയിന്റ്, INC സമ്മേളനത്തിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തപ്പെട്ടത് എന്നാണ്? 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ട് രവി നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ത്രിവർണ പതാകയെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ത്രിവർണ പതാകയെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയത് 1931 കറാച്ചി സമ്മേളനത്തിലാണ്. അടുത്തത്, ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. എന്നാണ്? 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തി. അടുത്ത പോയിന്റ് എന്താണ്? സ്വതന്ത്ര ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക പ്രധാനമന്ത്രി ചെങ്കോട്ടയിലും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഇന്ത്യൻ രാഷ്ട്രപതി രാജ്പഥിലുമാണ് ഉയർത്തുന്നത്. അപ്പോൾ സ്വതന്ത്ര ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക പ്രധാനമന്ത്രി ചെങ്കോട്ടയിലും റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഇന്ത്യൻ രാഷ്ട്രപതി രാജ്പഥിലുമാണ് ഉയർത്തുന്നത്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള പതാകയുള്ള രാജ്യമാണ് ഏത്? നൈജർ. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള പതാകയുള്ള രാജ്യമാണ് നൈജർ. അടുത്ത പോയിന്റ്, കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ കുത്തനെ ക്രമീകരിച്ച ദേശീയ പതാകയുള്ള രാജ്യമാണ് ഐവറി കോസ്റ്റ്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ കുത്തനെ ക്രമീകരിച്ച ദേശീയ പതാകയുള്ള രാജ്യമാണ് ഏത്? ഐവറി കോസ്റ്റ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് ഏത്? അപ്പോളോ 15. ഏത് വർഷത്തിൽ? 1971 ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോളോ 15 എത്തിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് ബെൽഗാവിലാണ്. ബെൽഗാവ് എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെൽഗാവിലാണ്. അടുത്ത പോയിന്റ്, ദേശീയ പതാകയെ അപമാനിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 3 വർഷവും തടവും പിഴയുമാണ്. ദേശീയ പതാകയെ അപമാനിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷം തടവും പിഴയുമാണ്. ഒന്നുകൂടെ വായിക്കാം. സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക പ്രധാനമന്ത്രി ചെങ്കോട്ടയിലും റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യൻ രാഷ്ട്രപതി രാജ്പഥിലുമാണ് ഉയർത്തുന്നത്.
അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള പതാകയുള്ള രാജ്യമാണ് ഇത്? നൈജർ. ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് സമാനമായ വർണ്ണഘടനയുള്ള പതാകയുള്ള രാജ്യമാണ് നൈജർ. അടുത്ത പോയിന്റ്, കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ കുത്തനെ ക്രമീകരിച്ച ദേശീയ പതാകയുള്ള രാജ്യമാണ് ഐവറി കോസ്റ്റ്. കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ കുത്തനെ ക്രമീകരിച്ച ദേശീയ പതാകയുള്ള രാജ്യമാണ് ഇത്? ഐവറി കോസ്റ്റ്. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് ഇത്? അപ്പോളോ 15, വർഷം 1971. ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായിട്ട് ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് അപ്പോളോ 15, 1971 എത്തിച്ചത്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് ബെൽഗാവിലാണ്. ബെൽഗാവ് എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെൽഗാവിലാണ്. അടുത്ത പോയിന്റ്, ദേശീയ പതാകയെ അപമാനിച്ചാൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 3 വർഷം തടവും പിഴയും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ 1, 2, 3 തവണയല്ല അതിൽ കൂടുതൽ തവണ പറയുന്നുണ്ട്. റിപ്പീറ്റ് റിവിഷൻ ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ട് പോയാൽ പിന്നീടൊന്ന് നോക്കാനുള്ളൊരു സിറ്റുവേഷനും കൂടി ഉണ്ടാക്കണ്ട. അപ്പോൾ ഒറ്റ ഇതിൽ തന്നെ പഠിച്ചു പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.